ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ദിവസത്തെ ഡിന്നറും പിന്നെ അത് പിറ്റേ ദിവസം ഉള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടിയുള്ള ഒരു വീഡിയോ ആണ്. പുതിയ വീട്ടിലെ താമസം തുടങ്ങിയിട്ട് ഒരാഴ്ചയോളം ആകാറായി. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഏകദേശം വൈകുന്നേരം തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെയുള്ള ഒരു റുട്ടീനാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഡിന്നർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ എയർ പോയിട്ടില്ല. എയർ പോയി കഴിഞ്ഞ് നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊടിച്ച് മാറ്റണം. ഇവിടെ ഞാൻ 2 സവോള ഇതുപോലെ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് അരിയണം. കൈ ഹോഗിയോ मार्बल है ना, ये मार्बल और कलर ഏകദേശം സെയിം ആയതുകൊണ്ട് മറച്ചായി പോകും. പാരീസിൽ വീണ്ടും കിടക്കുമ്പോൾ അല്ലേ? ഇപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്ന കടുകോ അല്ലെങ്കിൽ ജീരകമോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ്. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ പൊട്ടറ്റോ കറി. ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് വേവാനായിട്ട് നമുക്കിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉപ്പ് ഇപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്യുവാണ്. ശർക്കരയുടെ വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കരിയാതെ നമുക്ക് ഇളക്കി അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനുള്ളത് ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ഇതുപോലെ ഒത്തിരി അങ്ങ് ഉടച്ചിട്ടില്ല. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി നമ്മളിതുപോലെ അങ്ങ് മാഷ് ചെയ്യണ്ട. ഇച്ചിരി കഷ്ണങ്ങളൊക്കെ ആയി കിടക്കണം. എന്നിട്ട് നമുക്ക് കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അവസാനം നമുക്ക് ഒരു ശകലം ഗരം മസാലയോട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയോട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കണ്ടോ നമ്മുടെ കറി. ഇതാണ് നമ്മുടെ കറി.
ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ കറിയുടെ പൊട്ടറ്റോ മസാല കറിയുടെ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണെങ്കിൽ ആലു ദം എന്ന് പറയും. ആലു ദം എന്നാണ് ഈ കറിക്ക് അവിടെ പറയുക. നോർത്ത് ഇന്ത്യയിലൊക്കെ അതിന് ആലു ദം എന്നാണ് പറയുക. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അത് ആട്ട കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ രാത്രിയത്തെ ഡിന്നറിന് ചപ്പാത്തിയും പൊട്ടറ്റോ മസാലയും ആണ് ഇന്നത്തെ ഡിന്നറ്. അപ്പോൾ നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അവളെ എടുക്കണ്ടെന്നാ അവള് പറയുന്നത്. വേണ്ടേ? എന്താ എടുക്കണ്ടാത്തെ? പോയി കിടന്നുറങ്ങിക്കോ. ഉറങ്ങാറായില്ലേ മിലി? ഉറങ്ങാറായില്ലേ കുഞ്ഞിന്? വേണ്ടേ? എന്നാ വേണ്ടാത്തെ? അതിനടി വേണ്ടാത്തെ? ഇത് വേറൊരാളാ. ഓ വിടടി വിടടി, കാര്യമൊന്ന് കേട്ടില്ലേ? മാത്തി പിടിച്ചുകൊണ്ടാകത്തില്ല. അടുത്തയാള് അടുക്കളയെല്ലാം വൃത്തിയാക്കി ഒതുക്കി എല്ലാം ക്ലീനാക്കിയിട്ട് ആണ് ഇനി ഞാൻ കിടക്കാൻ പോകുന്നത്. എല്ലാം ക്ലീനാക്കി ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇത് നെക്സ്റ്റ് മോർണിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞ് കിച്ചണ് അടുക്കളയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് എന്നിട്ടാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. കിച്ചൺ നന്നായിട്ടൊന്ന് തുടയ്ക്കുകയാണ് ഇപ്പം, തുടച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. കടല കറി വയ്ക്കാനായിട്ടാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി ഉണ്ടാക്കാനായിട്ടാണ്. കടലക്കറിയാക്കുന്നതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. എല്ലാവരും കടലക്കറിയൊക്കെ വെക്കാറുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. കടല മസാലയൊക്കെ ചേർത്ത് ഞാൻ കുക്കറിൽ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പൂരി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ഞങ്ങളുടെ പിള്ളേർ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. അവരെ തുറന്നു വിടാനായിട്ട് അവർ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ തുറന്നു വിട്ടിരിക്കുന്ന ഭാഗമാണ്. എവിടാ പോകണ്ടേ? ആ എന്താ പറഞ്ഞു ഫ്ലഫി? വാ വാടാ, എഴുതില്ലേ? വാ. അപ്പം ഞാൻ പൂരിക്ക് വേണ്ടിയിട്ടുള്ള ആട്ടയൊക്കെ നേരത്തെ തന്നെ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. ആ പൂരിയൊക്കെ കൂടെ ഇട്ട് ഞാൻ പൂരി ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പികളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.